ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ദിവസം ദൈവം നമ്മളെ അനുഗ്രഹിച്ച് ദൈവത്തിൻ്റെ ആ ഒരു തോട്ടത്തിനകത്ത് ആക്കി വെച്ചിരിക്കുന്ന ഒരു ദിവസമാണ്. കർത്താവിൻ്റെ തോട്ടത്തെക്കുറിച്ച് പറയുന്നത്, എൻ്റെ പ്രിയതമന് ഫലവത്തായോ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു ഫലവത്തായോ ഒരു തോട്ടമുണ്ടെന്നാണ് പറയുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 5-ാം അധ്യായത്തിലാണ് പറയുന്നത്. ആ തോട്ടത്തെക്കുറിച്ച് പറയുന്ന അതിൻ്റെ വിശേഷണമൊക്കെ ഉണ്ട്. ആ തോട്ടം ഒരു കെട്ടി അടയ്ക്കപ്പെട്ട ഒരു തോട്ടമാണ്, ആ തോട്ടത്തിനകത്തൊരു കിണറുണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ കർത്താവിൻ്റെ തോട്ടത്തിനകത്ത് നിൽക്കുന്ന ഫലപുഷ്ടമായിട്ടുള്ള വൃക്ഷങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ധൈര്യമായിട്ട് നിൽക്കുക. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരാപത്തും നമുക്ക് സംഭവിക്കുകയില്ല. കർത്താവ് നമുക്ക് ചുറ്റും ഒരു കെട്ടുമതിൽ പോലെ, അല്ലെങ്കിൽ ഒരു മതിൽക്കെട്ട് കർത്താവ് നമുക്ക് ചുറ്റും പണിതിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല. ധൈര്യമായിട്ട് ജീവിതത്തെ ഫേസ് ചെയ്യുക, മുന്നോട്ട് പോവുക. കർത്താവ് അതിനുള്ള കൃപയും ശക്തിയും ഒക്കെ നിങ്ങൾക്ക് നൽകട്ടെ. ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് മൂന്നാറിൽ നിന്ന് വിജയലക്ഷ്മിയാണ്. താങ്ക് യു സിസ്റ്റർ വിജയലക്ഷ്മി. മകൻ ശ്രീധർ +2 പഠിക്കുന്നു. ആ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവെ, മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാനും നല്ല മാർക്കോടെ പാസ്സാകുവാനും കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ. വിജയലക്ഷ്മിയുടെ ബിസിനസ് യേശുവിൻ്റെ നാമത്താൽ അനുഗ്രഹം പ്രാപിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത നമ്മുടെ ഒരു സ്പോൺസർ മലപ്പുറത്ത് നിന്ന് സിസ്റ്റർ സുലോചന KR ആണ്. താങ്ക് യു സുലോചന ആൻറ്റി. ഇന്ന് മകൾ തുഷാരയുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ തുഷാര. ഡിസംബർ 16 ചിത്രയുടെ ജന്മദിനമായിരുന്നു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ചിത്ര. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് രണ്ടുപേരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ ആരോഗ്യവും ദൈവിക സംരക്ഷണവും അവർക്കുണ്ടാകട്ടെ. മക്കൾ രക്ഷിക്കപ്പെടുവാൻ, അവർക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ, അങ്ങയുടെ വഴിവാതിലുകൾ അങ്ങ് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമൊക്കെയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അതിന് മുമ്പ് എനിക്കൊരു അനൗൺസ്മെന്റ് ഉണ്ട്. ഈ വെള്ളി, ശനി, ഞായർ 3 ദിവസങ്ങളിലായിട്ട് അതിശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന കൊച്ചിൻ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ കടന്നു വരണം. വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് ഇതിലൂടെ പകരാൻ പോകുന്നത്. 31-ാം തീയതി, അതായത് ഈ ഞായറാഴ്ച രാവിലെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചസിലും ആരാധനയുണ്ട്. അപ്പോൾ തന്നെ വൈകിട്ട് ഏതാണ്ട് 9:30-10 മണിയാവുന്ന സമയത്ത് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. നമ്മുടെ ന്യൂ ഇയർ സർവീസ് തുടങ്ങാനായിട്ട് പോകുകയാണ്. നിങ്ങൾ എവിടെയാണെങ്കിലും വീട്ടിൽ കിടന്ന് ഉറങ്ങരുത്. ആ സമയത്ത് നമ്മുടെ ഒരു ബ്ലെസ്സിങ് ടുഡേ ചേർച്ചിലേക്ക് വന്ന് ആ സർവീസിൽ, അത് കൊച്ചിയിലാണെങ്കിൽ വളരെ സന്തോഷം, നിങ്ങൾ കടന്നു വന്ന് അറ്റൻഡ് ചെയ്യണം എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ 1-ാം തീയതി വൈകിട്ട് തിരുവനന്തപുരം നിവാസികൾക്ക് ഒരു സന്തോഷ വാർത്ത. തിരുവനന്തപുരം ജില്ലയിലേക്ക് ബ്ലെസ്സിങ് ടുഡേ മാർച്ച് ചെയ്യുകയാണ്. 1-ാം തീയതി ഒരു പുതുവത്സരാരാധന തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. ഈ ഒരു വർഷം കർത്താവിന് എന്താണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്? കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ 1-ാം തീയതി വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേരുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമുക്കിന്ന് വളരെ 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 പ്രൊഫൗണ്ടായ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുക. ഇന്നലെ നമ്മൾ സ്പെഷ്യൽ ക്രിസ്മസ് എപ്പിസോഡായിരുന്നു. അതിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ജ്ഞാനികൾ യേശുവിനെ അന്വേഷിച്ച് വരുന്നതും, അവർ അന്ന് യേശു 2 വയസ്സും അതിൽ താഴെയുള്ളൊരു കുഞ്ഞാണ്. എന്നാൽ അവർ വന്ന് ആ യേശുവിനെ, കുഞ്ഞിനെ അമ്മയോടുകൂടെ കണ്ടു. അവർ വീണ് അവനെ നമസ്കരിച്ചു, അവനെ വർഷിപ്പ് ചെയ്തു, ചില ഗിഫ്റ്റുകളൊക്കെ കൊടുത്തിട്ട് തിരിച്ചു പോയെന്നൊക്കെയാണ് നമ്മൾ വായിച്ചത്. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, യേശു ജനിച്ച ഗിഫ്റ്റ് കിട്ടുമെന്ന്. ക്രിസ്മസ് ഗിഫ്റ്റുകൾ ഭയങ്കരമല്ലേ? മിക്കവാറും വീടുകളിലൊക്കെ കുഞ്ഞുങ്ങൾ എക്സൈറ്റഡാണ്. ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് ഗിഫ്റ്റ്സ് കിട്ടും. ക്രിസ്മസ് ട്രീയുടെ അടിയിൽ കുറേ പാക്കറ്റുകളൊക്കെ കാണും. രാവിലെ ചെന്ന് നോക്കുമ്പോൾ അവരവരുടെ പേരുള്ളതൊക്കെ എടുത്ത് പൊട്ടിച്ച് നോക്കുമ്പോൾ ഓ മൈ ഗാഡ്, എത്ര എക്സൈറ്റ്മെൻ്റാണ്. എന്നാൽ യേശു തന്നെ പിതാവ് നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. എന്നാൽ യേശു ജനിച്ച സമയത്ത് ഈ ജ്ഞാനികൾ, ഞാൻ ഇന്നലെ അവരെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും കുറഞ്ഞൊരു 60 ഒട്ടകങ്ങളെങ്കിലും ഒരുമിച്ച് സഞ്ചരിക്കുന്ന ഒരു കാരവനായിട്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ അതിൽ സെർവൻസ്, സോൾജേഴ്സ്, പിന്നെ ഈ കൊണ്ടുവരുന്ന ഗിഫ്റ്റുകൾ, ട്രഷേഴ്സ് എന്നവിടെ പറഞ്ഞിരിക്കുന്നത്, നിക്ഷേപപാത്രങ്ങൾ തുറന്ന് അതെല്ലാം കൂടി വയ്ക്കുവാനും ഒക്കെ ആയിട്ട് ഒരു വലിയ സംഘമായിട്ടാണ് അവരവിടെ നിന്ന് 10-40 ദിവസം ട്രാവൽ ചെയ്ത് യേശുവിൻ്റെ അടുക്കലെത്തി. ഒറ്റ ഉദ്ദേശം അവർക്കുണ്ടായിരുന്നുള്ളൂ,
യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ അഥവാ മശിഹയെ 4000 വർഷമായി കിടക്കുന്ന വാഗ്ദത്തമാണ്. ഉൽപ്പത്തി 3:15 മുതൽ കിടക്കുന്ന വാഗ്ദത്തമാണ്. അത് പിന്നീട് സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാമത്തെ വചനത്തിൽ ബിലയാം എന്നു പേരുണ്ടായിരുന്ന ഒരു പ്രവാചകൻ തന്നെ ചില കോഴ കൊടുത്ത്, കൈക്കൂലി കൊടുത്ത് മാറ്റി പ്രവചിപ്പിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും തന്നിൽ നിന്ന് പരിശുദ്ധാത്മ നിറവിൽ മശിയെക്കുറിച്ചുള്ള ഒരു പ്രവചനം വന്നു. യാക്കോബിൽ നിന്നും ഒരു നക്ഷത്രം ഉദിക്കും. മീഖ പ്രവാചകൻ പ്രവചിച്ചു വെച്ചു, ബത്ലഹേമിൽ നിന്നായിരിക്കും ഈ മശിഹ ജനിക്കാൻ പോകുന്നത്. ദാനിയേൽ വലിയ പ്രാർത്ഥനക്കാരനായിരുന്നു. പ്രാർത്ഥിച്ച് ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ ഗബ്രിയേൽ ദൂതൻ തൻ്റെ മുമ്പിൽ വന്നു. ഇതേ ഗബ്രിയേൽ ദൂതനാണ് മറിയുടെ അടുക്കലും വന്നത്, യേശുവിൻ്റെ അമ്മ മറിയുടെ അടുക്കൽ വന്നത്. സോ നൂറ്റാണ്ടുകളായി ദൈവത്തിൻ്റെ മെസ്സഞ്ചർ ഏഞ്ചലായി വിശ്വസ്തയോടെ വീണുപോകാതെ, ലൂസിഫർ വീണുപോയി, തന്നോടൊപ്പം 1/3 ദൂതന്മാർ വീണുപോയി, എന്നിട്ടും വീഴാതെ വിശ്വസ്തയോടെ ദൈവത്തോടൊപ്പം നിൽക്കുന്നവനാണ് ഗബ്രിയേൽ. സോ അവൻ കൊണ്ടുവരുന്ന വാർത്ത റിലയബിൾ ആയിരിക്കും, ദൈവത്തിൽ നിന്നുള്ളതാണ്. സോ ദാനിയേലിൻ്റെ അടുക്കൽ വന്നിട്ട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ദൈവം ഏറ്റവും സ്നേഹിക്കുന്ന ദാനിയേലേ, ഞാൻ വന്നിരിക്കുന്നത് നിന്നെ വരാനുള്ള ചില കാര്യങ്ങളൊക്കെ നിന്നെ അറിയിച്ചു തരാൻ പോവുക. അപ്പോൾ അന്ന് അവർ ബാബിലോണിൽ അടിമകളായിട്ട് കിടക്കുക. അങ്ങനെ 70 വർഷം കഴിയുമ്പോൾ രാജാവ് ഒരു വെർഡിക്റ്റ് ഇറക്കും. അതിൽ യഹൂദന്മാർക്ക് തങ്ങളുടെ സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങിപ്പോകാം. ആ വിധി പുറപ്പെടുന്ന സമയം മുതൽ ഇത്ര വർഷം കഴിയുമ്പോഴായിരിക്കും മശിഹ വരുന്നത്. ഇത് ഗബ്രിയേൽ ദൂതൻ ഈ വലിയ നിഗൂഢ രഹസ്യം ദാനിയേലിന് പറഞ്ഞു കൊടുത്തു. ദാനിയേൽ എഴുതിയപ്പോൾ, ഞാൻ ഇന്നലെ പറഞ്ഞു, ഡാനിയേൽ വാസ് എ മാഗസ്. അന്നറിയപ്പെടുന്ന ഈ മെജീഷ്യൻസിനിടയിൽ, ദ മേജായി, വൈസ്മെൻ്റെ ഇടയിൽ, ഇന്നത്തെ IAS, IPS, IFS ഓഫീസേഴ്സിനെ പോലെ സിവിൽ സർവീസിലുള്ള ഒഫീഷ്യൽസ് പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്ററൊക്കെ സഹായിക്കുന്നത് പോലെ അന്ന് അവിടെ ഉണ്ടായിരുന്ന മന്ത്രവാദികൾ, ശകുനവാദികൾ എന്നൊക്കെ പറഞ്ഞ കുറേ വർഗങ്ങളുണ്ട്. അവരാണ് സപ്പോർട്ട് ചെയ്യുന്നത്. മന്ത്രവാദികളും ശകുനവാദികളും ദുരാത്മാവിൽ കാര്യങ്ങൾ ഗണിച്ച് കൂട്ടി പ്രവചിച്ച് പലതും ചെയ്യും. എന്നാൽ ദൈവാത്മ നിറവുള്ള ജോസഫ്, മോശെ, ദൈവാത്മ നിറവുള്ള ദാനിയേൽ തുടങ്ങിയവരൊക്കെ പരിശുദ്ധാത്മാവിൽ ദൈവത്തിൽ നിന്ന് കാര്യങ്ങൾ പ്രാപിച്ച് പറയാൻ തുടങ്ങി. സോ ഇവരൊക്കെ ഈ ജ്ഞാനികളായിട്ടുള്ള ഇവർക്ക്, അല്ലെങ്കിൽ വൈസ്മെൻ ആയിട്ടുള്ള ഇവർക്ക്, സിവിൽ സർവീസിന് തുല്യമായ കാറ്റഗറിയിൽ അന്നുണ്ടായിരുന്ന ഇവർക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. വാനശാസ്ത്രം അല്ലേ, അതിലെ ഗവേഷണങ്ങൾ, ഹിസ്റ്ററി. ഇവർ ഹിസ്റ്റോറിയൻസ് കൂടെയായിരുന്നു. ഇവർ പലപ്പോഴും ചരിത്രം എഴുതി വെക്കുന്നവരായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ട് ജ്ഞാനം നിറഞ്ഞ ആളുകളായിരുന്നു. അതിൽ വലിയൊരു ടോപ്പ് ലെവലിൽ നിന്ന ഒരു IAS ഓഫീസറായിരുന്നു ഡാനിയേൽ. സോ ഡാനിയേലിന് ദൈവം പലതും വെളിപ്പെടുത്തി. അങ്ങനെ ഡാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 24, 21 തുടങ്ങിയോട് വായിക്കുമ്പോൾ മശിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് ഗണിച്ച കുട്ടിയാണ് ഞാൻ പറഞ്ഞത്, ബാബിലോണിൽ നിന്ന് തന്നെയുള്ള, എന്ന് വെച്ചാൽ ഇന്നത്തെ ഇറാഖിൽ നിന്നുള്ള ആ കാലത്ത്, എന്ന് വെച്ചാൽ യേശു ജനിച്ച ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരിൽ നിന്ന് തന്നെയുള്ള ഒരു റെമനന്റ് ആയിട്ടുള്ള ജ്ഞാനികളാണ് ഈ വന്നത്. അത് അവരാണ് വന്ന് ആരാധിക്കുന്നത്. അവർ രാജാക്കന്മാരാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ രാജാക്കന്മാരെ പോലുള്ള പദവികൾ കാണും. അവർക്ക് പട്ടാളക്കാർ കാണും, അവരോടൊപ്പം ഒത്തിരി സെർവൻസ് കാണും, അവരോടൊപ്പം ഒരു പട തന്നെ വരും. സോ അങ്ങനെ അവർ വന്ന് ആരാധിച്ചു പോയി. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതൊക്കെയാണ് ഞാൻ ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ രക്ഷകൻ പിറന്ന സമയത്ത് എവ്രിതിങ് വാസ് പ്രിസൈസ്ലി പ്രീ ഡിറ്റർമൈൻഡ് അല്ലേ? നേരത്തെ എല്ലാം കറക്റ്റായിട്ട്, ഇന്ന ദിവസം, ഇന്ന ആണ്ടിൽ, ഇന്ന സ്ഥലത്ത് കൃത്യമായി ദൈവം മനുഷ്യനായി ജനിക്കും. 100 കണക്കിന് പ്രവചനങ്ങളാണ് തിരുവെഴുത്തിലുള്ളത്. അത് മുഴുവനും കൂടെ നിറവേറി. അതിനെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ പ്രോബബിലിറ്റിയും പോസിബിലിറ്റിയും ഒക്കെ ഞാൻ പല പ്രാവശ്യം
ഇതിന് മുൻപുള്ള മോർണിംഗ് ഗ്ലോറിയിലൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന ദൃശ്യ അദൃശ്യ പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച മഹാദൈവം ഒരു കന്യകയുടെ അകത്ത് വന്ന് ഒരു കുഞ്ഞായി പിറന്നു വീഴുകയാണ്. എന്നിട്ട് മനുഷ്യ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റേജുകളിലൂടെ അവൻ പോകുന്നു. In other words, God limited himself into a little body of a baby. ആദ്യം ഒരു ഫീറ്റസായിട്ട്, ഒരു ഭ്രൂണമായി, അത് വളർന്ന് വികസിച്ച് നമ്മളൊക്കെ വളരുന്നത് പോലെ തന്നെ അവൻ വളർന്ന് ഒക്കെ വന്നു. ആൻഡ് ദാറ്റ് ഈസ് മൈൻഡ് ബ്ലോയിങ്. ഇത് ഗ്രഹിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനപ്പുറത്താണ്. അവിടെ നമ്മൾ കാണുന്നത് മഹാദൈവം തന്നെത്താൻ ചെറുതാക്കി 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 ഒരു മനുഷ്യൻ്റെ കോലത്തിലേക്ക് മാറി, ഒരു കൈക്കുഞ്ഞായി വളർന്ന് 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 നമ്മുടെ ഇടയിൽ മനുഷ്യനായി ജീവിച്ച് എല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടു ക്രൂരമായ മഹാപീഡനങ്ങളിലൂടെ പോയി നമ്മുടെ രക്ഷ അവൻ സാധിപ്പിച്ചെടുത്തു. ഈ പുതുവർഷത്തിൽ പുത്തൻ ആത്മീയ ഉണർവോടും അനുഗ്രഹത്തോടും കൂടെ പ്രവേശിക്കുവാൻ ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഇയർ എൻഡ് ഫാസ്റ്റിംഗ് ആൻഡ് ക്രോസ് ഓവർ സർവീസ്, വർഷാവസാന ഉപവാസവും പുതുവത്സര ആരാധനയും. ഡിസംബർ 29-30 ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ 1 വരെയും വൈകിട്ട് 7 മുതൽ 9 വരെയും 2 സെഷനുകൾ. ഡിസംബർ 31 ഞായറാഴ്ച രാവിലെ അനുഗ്രഹിക്കപ്പെട്ട ഞായർ ആരാധനകൾ. അന്നേ ദിവസം രാത്രി 9:30 മുതൽ ആരംഭിക്കുന്ന പുതുവത്സര ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അഭിഷേകത്താൽ നിറഞ്ഞ ഈ 3 ദിനങ്ങളിലും പാസ്റ്റർ ഡാമിയനോടും കുടുംബത്തോടുമൊപ്പം നമുക്കും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്ഥലം ബ്ലെസ്സിംഗ് ടുഡേ ഇന്റർനാഷണൽ ചർച്ച്, എടപ്പള്ളി, കൊച്ചി. ഒരിക്കൽ യേശു പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. അത് ഒരു ദിവസം രാവിലെ പ്രാർത്ഥനയിലിരിക്കുന്ന സമയത്ത് ഒരു 8:30 മണിയായി കാണും. രാവിലെ ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ ശക്തമായി എന്നോട് സംസാരിച്ചൊരു ഭാഗമാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരിക്കലും ഞാൻ മറക്കുകയില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുകയാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വചനമാണ്. പക്ഷേ 28 കൂടെ നമുക്ക് ചേർത്ത് വായിക്കാം. കം ടു മീ ഓൾ യു ഹു ആർ weary and burdened, I will give you rest. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും, ഞാൻ നിങ്ങൾക്ക് വിശ്രാമം നൽകും. ഇത് കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ഈ ചില ആളുകളൊക്കെ എൻ്റെ അടുത്ത് വന്ന്, ബ്രദറെ മദ്യപാനം മാറാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതെന്തുകൊണ്ടാണ് ഈ മദ്യപിക്കുന്ന ബ്രദറെ? അപ്പോൾ ഒരു പറയും, അയ്യോ എൻ്റെ ബ്രദറെ, എൻ്റെ ജോലി എന്ന് പറയുന്നത് പാറമടയിൽ അല്ലെങ്കിൽ ലോഡിങ് അൺലോഡിങ് ആണ്, ഭയങ്കര ഭാരിച്ച പണി. വൈകിട്ടാകുമ്പോൾ ഒരു ചെറുത് ഒന്ന് കുടിച്ചെങ്കിലേ ഒരു ഉശിരി വരും. ഞാൻ പറയും, ധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കള്ള് പോകാനോ ചാരായ ഷാപ്പിൽ പോകാനോ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റിൻ്റെ മുമ്പിൽ ക്യൂ നിൽക്കാനോ അല്ലല്ലോ യേശു പറഞ്ഞു. എൻ്റെ അടുക്കൽ വരും, ഞാൻ ആശ്വാസം തരാം. ഇത് കായികമായ അധ്വാനത്തെക്കുറിച്ച് മാത്രമല്ലല്ലോ യേശു പറഞ്ഞത്. യേശു ഇത് പറഞ്ഞത് എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങൾ, ജീവിത ക്ലേശങ്ങൾ. ഒരു ഹ്യൂമൻ ലൈഫിൻ്റെ ക്ലേശങ്ങൾ ചെറുതൊന്നുമല്ല. ജീവിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. ചിലർക്ക് കൂടുതലായിരിക്കും, കുറവായിരിക്കും. ചിലർ വല്ലാത്ത ദുരിതങ്ങളിലൂടെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ എവിടെയാണെന്ന് തോന്നുന്നു, ഒരിക്കലും ഒരു കമൻ്റ് ഇങ്ങനെ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: തീപ്പൊരി ഉയരത്തിൽ പാറി പറക്കുന്നത് പോലെ മനുഷ്യൻ കഷ്ടതകൾക്കായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു പെസിമിസ്റ്റിക് വ്യൂ ആണത്. എങ്കിലും അതിലൊരു വശം യാഥാർത്ഥ്യവുമാണ്. പലപ്പോഴും എത്ര വലിയ കഷ്ടങ്ങളിലൂടെയാണ് പലരും മുന്നിലേക്ക് പോകുന്നത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില വിഘാതങ്ങൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരസ്കരണങ്ങൾ, സ്നേഹിക്കുമെന്ന് വിചാരിച്ച് മോഹിച്ച് പുറകെ പോയവർ ചതിച്ച് ജീവിതത്തെ കീറിപ്പറിക്കുമ്പോൾ, ഒരു പുഷ്പം കീറിപ്പറിച്ച് കളയുന്നത് പോലെ ചില പെൺകുട്ടികളുടെ, ചില സഹോദരിമാരുടെയൊക്കെ ജീവിതത്തെ കീറിപ്പറിച്ച് കളയുമ്പോൾ, ജീവിതകാലം മുഴുവൻ എന്നെ നോക്കുമെന്ന് വിചാരിച്ച് ഒരാളുടെ പുറകെ ഇറങ്ങിയിട്ട് അയാൾ ഉപേക്ഷിക്കുമ്പോൾ, ജീവിതം തകരുമ്പോൾ
യേശു പറയാ, മോനെ കം, മോളെ വാ. സാമ്പത്തിക കടഭാരം ജീവനൊടുക്കണമോ, കുടുംബമായി മരിക്കണോ? യേശു പറയാ, വാ 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 വാ, ഞാൻ ആശ്വാസം തരാം. ജോലി സ്ഥലത്ത് വലിയ അപമാനം, പരീക്ഷയിലെ തോൽവി, കടമെടുത്ത് ലോണെടുത്ത് സബ്സിഡി കിട്ടുമെന്നൊക്കെ വിചാരിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിപ്പിടിച്ചെടുത്ത് തുടങ്ങിയ ബിസിനസ് തകരുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം മേടിച്ച് പലരുടെ ആധാരം പണയം വെച്ചൊക്കെ വിദേശത്ത് പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ചതിവായിരുന്നു. ചിലർ ജയിലിൽ കിടക്കുന്നു, ചിലരെ ഡീപ്പോർട്ട് ചെയ്യുന്നു, എക്സിറ്റ് അടിച്ചു വിടുന്നു. വലിയ പ്രതാപത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വൈകിട്ട് നാളെ മുതൽ ജോലിയില്ല. പിടിച്ചു നിൽക്കാൻ വേണ്ടി ചില തിരിമറികൾ നടത്തി ആധാരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എഴുതി കൊടുത്തു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അയാൾ തിരിച്ചു തരുന്നില്ല. ജാമ്യം നിന്നു, പക്ഷേ അവർ പണം അടയ്ക്കുന്നില്ല. സ്വന്തം പാർപ്പിടം പോകാൻ പോകുന്നു. ഓ മൈ ഗോഡ്, എന്തെല്ലാം തരത്തിലുള്ള ക്ലേശങ്ങളിലൂടെയാണ് മനുഷ്യർ പോകുന്നത്. കർത്താവ് പറയാ, കം, വാ, ഞാൻ ആശ്വസിപ്പിക്കാം. ഐ വിൽ ഗിവ് യു റെസ്റ്റ്. ഇത് ഞാനാണ് പറയുന്നതെങ്കിൽ വിശ്വസിക്കണ്ട. ഇത് പറയുന്നത് സാക്ഷാൽ യേശു കർത്താവാണ്. എല്ലാം സൃഷ്ടിച്ച, എല്ലാത്തിൻ്റെ മേൽ അധികാരമുള്ള, കാറ്റിനോട് അവിടെ അടങ്ങാൻ പറഞ്ഞ, തിരമാലകളോട് പറഞ്ഞ യേശു, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചവൻ, ദൈവത്തിന് സകലവും സാധ്യം എന്ന് പറഞ്ഞവൻ, വാക്ക് മാറാത്തവൻ, വിശ്വസ്തൻ, ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്തവൻ. ആ യേശു പറയാം, മോനെ വാ, മോളെ വാ, ഞാൻ ആശ്വസിപ്പിക്കും. പക്ഷേ പലപ്പോഴും യേശുവിൻ്റെ അടുക്കൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും പോകും. കൗൺസിലിങ്ങിന് പോവും, ഫൈനാൻഷ്യൽ എക്സ്പേർട്സിൻ്റെ അടുത്ത് കൺസൾട്ടേഷന് പോവും, പ്രാർത്ഥനക്കാരുടെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കും, നേർച്ച നേരും, പുണ്യസ്ഥലങ്ങളിൽ പോകും, മതപരമായ സകലവും ചെയ്യും, പാവങ്ങളെ സഹായിക്കും, ഇതെല്ലാം ചെയ്യും. ഈ കഠിന പ്രയാസത്തിന് നടുവിൽ തീച്ചൂളിയുടെ അനുഭവത്തിനിടയിൽ കർത്താവ് പറഞ്ഞു, കം ടു മീ, എൻ്റെ അടുക്കിലേക്ക് വാ. എങ്ങനെയും എൻ്റെ അടുക്കിലേക്ക് വരുന്നത് പൂർണ്ണമായ ഹൃദയത്തോടെ. ബൈബിൾ പറഞ്ഞ യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞ ഡ്രോ നിയർ ടു ഗോഡ്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. അതിനാരുടെയും കയറോഫ് ഒന്നും വേണ്ട. നമ്മുടെ മുറിയിലോട്ടങ്ങ് കയറി വാലടച്ച് ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തോടങ്ങ് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ മതി. യേശുവെ, ഞാനിതാ വരുന്നു. ദാറ്റ്സ് ഓൾ. അടുത്ത വചനമാണ് ശ്രദ്ധിക്കേണ്ടത്, 29. Take my yoke upon you and learn from me. എൻ്റെ നുകം ഏറ്റെടുത്തുകൊണ്ട് എന്നോട് പഠിപ്പിൻ. This is a learning program. This is a learning program. ഞാൻ പറയുന്നത് കേൾക്കുക. This is a learning program. Learn from me. എന്നോട് കേട്ട് എൻ്റെ അടുക്കൽ വന്ന് പഠിക്കുവിൻ എന്ന് വെച്ചാൽ, I am ready to teach you. I am ready to train you. For I am gentle and humble in heart. ഞാൻ സൗമ്യതയും താഴ്മയുമുള്ളവനാകുന്നു. And you will find rest for your souls. നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാണനിൽ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് വിശ്രാമം കണ്ടെത്തും. നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവും. കേൾക്കുന്നുണ്ടോ? നിങ്ങൾക്ക് സ്വസ്ഥതയുണ്ടാവും. സ്വസ്ഥതയില്ലാഞ്ഞിട്ടല്ലേ എല്ലാം ചെയ്തു കൂട്ടുന്നത്. പലപ്പോഴും മരീചിക പോലെ പലതിനെയും പിന്തുടർന്ന് ജീവിതം മുഴുവൻ പാഴാക്കി അവസാനം ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോൾ ചെയ്തതെല്ലാം പോയി, ലൈഫ് മൊത്തം പോയി. ആ സമയത്തും കർത്താവ് പറയുന്നത്, ലേൺ ഫ്രം മീ, കം ടു മീ. എന്നൊരു കാരണം കൂടി പറഞ്ഞിട്ടുണ്ട്, ഫോർ ഐ എം ജെന്റിൽ. ജീസസ് ഈസ് ജെന്റിൽ. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, ജീസസ് ഈസ് എ ജെന്റിൽ മാൻ. ഹി ഈസ് ജെന്റിൽ ആൻഡ് ഹംബിൾ ഇൻ ഹാർട്ട്. ഹൃദയത്തിൽ താഴ്മയുള്ളവനാണ്.
ഹൃദയത്തിൽ താഴ്മയുള്ളവനായതുകൊണ്ടല്ലേ കർത്താവ് ഒരു ബത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത്, ഇന്നും ബത്ലഹേമിൽ ചെന്നാൽ അവിടെ ഒരു പുരോഗതിയില്ല. ഇന്നും ഇത്രയും 2000 വർഷം കഴിഞ്ഞിട്ടും അതൊരു ഗ്രാമപ്രദേശം പോലെയാണ് ഇപ്പോഴും. അവിടെ കുറച്ച് പള്ളി കച്ചവടക്കാരൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. വലിയൊരു കോസ്മോപൊളിറ്റൻ പട്ടണമൊന്നുമായിട്ട് ഇന്നും അത് പുരോഗമിച്ചിട്ടില്ല, അവിടെ കിടപ്പ. അവിടെ ഒരു കുഞ്ഞായി, അവൻ ഒരു മനുഷ്യക്കുഞ്ഞായി എല്ലാം ഉണ്ടാക്കിയ സൃഷ്ടാവ് വന്നെങ്കിൽ, that is humility. He came down. He came down. You will find rest for your souls. സോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടാണ് മൈൻഡ്, നമ്മുടെ മനസ്സ്. മനസ്സിലാണ് നമുക്ക് സ്വസ്ഥത വേണ്ടത്. ബസ്സിലൊരു 60 പേര് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേര് സീറ്റിലിരിക്കുന്നു, കുറേ പേര് കമ്പിൽ തൂങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ മെട്രോയിൽ പോവുകയാണ്, ട്രെയിനിൽ പോവുകയാണ്. ഒത്തിരി പേരുടെയും മനസ്സ് അലകടൽ പോലെയാണ്. ഇങ്ങനെ ഇളകി മറിയുന്ന തിരമാലകൾ പോലെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അസ്വസ്ഥതകൾ, ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ടില്ല, ഫൈനാൻഷ്യൽ പ്രഷേഴ്സ്, കുഞ്ഞുങ്ങളെ ഓർത്തുള്ള ഭാരങ്ങൾ, പെൺകുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി, പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ ആൺകുട്ടികളുമായിട്ടുള്ള പല ബന്ധങ്ങളൊക്കെ ആയിട്ട് വഴിപിഴച്ച രീതിയിലേക്ക് പെൺകുഞ്ഞുങ്ങൾ പോകുമ്പോൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലുള്ള നൊമ്പരങ്ങൾ എന്താണ്? അലകടലാണ് അകത്ത്. പക്ഷെ കർത്താവ് പറയുന്ന I'll give you rest. വാ. അതിനുശേഷം പറയുന്നത് കേൾക്കണം, 30-ാമത്തെ വചനം, For my yoke is easy and my burden is light. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. അപ്പോൾ കർത്താവ് ഒരിക്കലും നമ്മൾ വലിയ ഭാരം ചുമപ്പിച്ച് വലിയൊരു നുകം എടുത്തു വെച്ചൊന്നും നമ്മളെ തകർക്കില്ല. He is a burden reliever. He is a burden lifter. He'll make your life easy. ഇതിനാണ് യേശു തൻ്റെ ഓപ്പൺ ഹാൻഡോടുകൂടി നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം, ഇന്നലെ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു. അതിൽ യേശു ഇങ്ങനെ വന്നതും അവനെ കാണാൻ വേണ്ടി വിദ്വാൻമാർ വരുന്നതൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു. ആ യേശു വന്നത് നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഹീസ് ഗിവിങ് an open invitation to all. ഇന്നവര് വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. No, come to me all you who are weary and burdened. എല്ലാവർക്കും വരാം, എല്ലാവർക്കും വരാം. Come, come, come. ഇന്ന് എത്ര പേരുണ്ട് യേശുവിന് വേണ്ടി ഒന്ന് ജീവിതം കൊടുക്കാൻ? യേശുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ ഇതുവരെ ലൈഫിൽ പ്രാർത്ഥനയ്ക്ക് പോയി കാണും, ചർച്ചിൽ പോയി, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇന്ന് വരെ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ, this is the right time. This is the right time. ഏതായാലും നമുക്കൊരു സാക്ഷ്യം കണ്ട ശേഷം തിരിച്ചു വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. തൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയാണ്. 3 വയസ്സുണ്ട്, നിക്കിത. കുഞ്ഞ് ജനിച്ച് 7-ാമത്തെ മാസമായപ്പോൾ തനിക്ക് കുഞ്ഞിന് ശരീരത്തിൽ ഓക്സിജൻ പെട്ടെന്ന് കുറഞ്ഞു പോവും. ഓക്സിജൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ശ്വാസതടസ്സം ഉണ്ടാകുകയും അനക്കമില്ലാതെ കിടക്കുന്ന, അതായത് ഒരു സൈഡിലോട്ട് തിരിച്ചിട്ടില്ല അങ്ങോട്ട് കിടക്കും, ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചാൽ അങ്ങനെ കിടക്കും, അങ്ങനെ പോലുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരും. പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എടുത്തുകൊണ്ട് വരും. ഇവിടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെ അപ്പം തന്നെ ഒരു 10-15 മിനിറ്റ് ഓക്സിജൻ കൊടുത്തതിന് ശേഷം നേരെ മെഡിക്കൽ കോളേജിലോട്ട് കുഞ്ഞിനെ കൊണ്ടുപോകും. ആംബുലൻസിൽ കൊണ്ടുപോകും. കോട്ടയത്ത് ആംബുലൻസിൽ കൊണ്ടുപോകും. ഒരു 7000 രൂപയ്ക്ക് അടുത്ത് അത്രയും ചിലവുള്ള ഒരു അങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോകും. എന്നിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവരും. ആൻറ്റി പറയുന്നത് ഇങ്ങനെ ഒരു പ്രോസസ്സ്, ശ്വാസതടസ്സത്തിൻ്റെ ബുദ്ധിമുട്ട്, ഓക്സിജൻ കുറഞ്ഞ് മരിച്ചു കിടക്കുന്നത് പോലെ അങ്ങനെ ഒരു അവസ്ഥയിൽ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും അതുപോലെ വരും. അങ്ങനെ എത്ര നാളുണ്ടായിരുന്നു ഈ പ്രയാസം? 10 എന്ന് പറഞ്ഞാൽ 7-ാമത്തെ മാസം തുടങ്ങി ഇങ്ങോട്ട് 10 മാസം ഇത് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഇതുപോലെ വരും. ഓ മൈ ഗോഡ്. അങ്ങനെ വളരെയധികം പ്രയാസം. സാധാരണ നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് എന്തേലും വന്നാൽ പിന്നെ ആ വീട്ടിലുള്ള എല്ലാവരുടെയും നിയന്ത്രണം വിട്ടുപോകും. കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ അത്രയും സ്നേഹിക്കുന്നു. ഈ നികിത മോൾക്ക് അതുപോലെ പ്രയാസങ്ങളുണ്ടായി. എന്നിട്ട് എവിടെയാണ് വഴിത്തിരിവുണ്ടായത്? അതിനുശേഷം ഒരു 10 മാസത്തോളം, ഒരു വർഷത്തിനൊക്കെ മുൻപ് ഇവര് നമ്മുടെ ബ്ലെസ്സിങ് സെന്ററിൽ
ഈ അമ്മ ആദ്യമായിട്ട് വന്ന് പങ്കെടുത്തു. അതിനിടയിൽ ഈ അമ്മ വന്ന് ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു. പിറ്റേ ആഴ്ചയെ അമ്മയും കുഞ്ഞും മകളും എല്ലാവരുമായിട്ട് ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വന്നു. അന്ന് ബ്ലെസ്സിംഗ് സെന്ററിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ഡാമിൻ ലൈവിലൂടെ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ശ്വാസതടസ്സമുള്ള വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ പറയുന്നത് അതിനുശേഷം ഇവരുടെ ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം വന്നു. അസുഖം അത് വളരെ വേഗത്തിൽ അത് കുറയാൻ തുടങ്ങി. ഇപ്പം ഏകദേശം 1 വർഷത്തോളമായി അമ്മ പറയുന്നു ആ കുഞ്ഞിന് അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല. ആ പ്രയാസം പിന്നെ വന്നിട്ടില്ല. കുഞ്ഞിനെ കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കിയിരിക്കുകയാണ്. കൈകളുള്ളവരൊക്കെ കൈകളടിച്ച് കർത്താവിന് നന്ദി പറയാം. ബ്ലെസ്സിൻ ടുഡേ പുതുവത്സര അനുഗ്രഹ പ്രാർത്ഥന ട്രിവാൻഡ്രം. പാസ്റ്റർ ഡാമിയനും കുടുംബവും ശുശ്രൂഷിക്കുന്നു. ജനുവരി 1 തിങ്കളാഴ്ച വൈകിട്ട് 5:30 മുതൽ. സ്ഥലം ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, ട്രിവാൻഡ്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 8111996001 or 8111996014. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അടുക്കിലേക്ക് വരാൻ തീരുമാനിച്ചവർ കൈ ഒന്ന് നീട്ടിപ്പിടിച്ച് പറഞ്ഞേ, യേശുവേ, അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ വരുന്നു. വെറും വാക്കുകൊണ്ടല്ല, എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ വരികയാണ്. എന്നെ സ്വീകരിച്ചതിനായി നന്ദി. ഇന്ന് മുതൽ ഞാൻ അങ്ങേക്കായി ജീവിക്കും. കൈകൾ നീട്ടിപ്പിടിക്കാം. കർത്താവേ, ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. രോഗങ്ങൾ സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആദ്യമായി തന്നെ കർത്താവിനെ കടന്ന് മനോവേദനയാൽ ആത്മഹത്യ ചെയ്യണോ, ഡിപ്രഷനിലേക്ക് പോകുമോ, മനസ്സിൻ്റെ നിയന്ത്രണം വിട്ടുപോകുന്ന അങ്ങനെയൊക്കെയുള്ളവരുടെ ആ കടിഞ്ഞാണ് യേശു കർത്താവ് ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. രോഗികൾ സൗഖ്യമാകട്ടെ. കഴുത്തിൻ്റെ വേദന തിരിക്കാൻ പോലും പറ്റാതെ വേദനിക്കുന്ന ചിലരുണ്ട്. കോളർ ധരിക്കുന്നവരുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ നട്ടലിലെ കംപ്രഷൻ പ്രശ്നമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ കൈ നീട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഏത് പ്രയാസത്തിലും ഇപ്പോൾ കർത്താവേ, നീ ആ വിടുതൽ കൊടുത്തതിനായി നന്ദി. സ്വപ്നങ്ങളിൽ എന്ന് വെച്ചാൽ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങളുണ്ട്. അല്ലാതെ ഭയന്നിരിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. ഇൻ ജീസസ് നെയിം, ആമേൻ. താങ്ക് യു സോ മച്ച്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.